എടുക്ക മേക്കപ്പ് ഒക്കെ ചെയ്ത് പോണെന്നാണോ? കോളേജിൽ തന്നെ രാവിലെ എണീറ്റ് മാറ്റി കുളിച്ച് പോവാണ്. ജന്ന ആദ്യം പോയി. അപ്പൊ ഞങ്ങൾ എന്താക്കി ബാക്ക് വന്ന് അപ്പോഴാണ് ഹനീന ഓടി വന്നത്. സോ ഹനീനന്റെ പറക്കും തലികയിൽ ഞങ്ങളാക്കി തന്നു. അങ്ങനെ ഞാനും ഉമ്മും എത്തി. ഓടി കഴിച്ചപ്പിനും മാം എത്തിയോ ഇല്ല. ഞങ്ങള് നേരത്തെ എത്തിയാ മാം എത്തൂല. നേരത്തെ മാം ആദ്യം ഉണ്ടാവും. ക്ലാസ് കയറിയപ്പോഴാ ഹാനിയ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കിലിതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നത്. അങ്ങനെ 2 ക്ലാസ് എടുത്തപ്പോഴത്തേനും ക്ലാസ് ഇട്ട്. ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആണ്. പക്ഷെ ഞങ്ങളെ കോളേജിൽ കുറച്ച് ക്ലാസ്സുകൾ കൂടുതലാണ്ട് ക്ലാസ് വെച്ചതാണ്. ഇതൊക്കെ കാരണം കൊണ്ട് ക്ലാസ് പിരിച്ചു വിട്ടു. കണ്ടില്ല എല്ലാവരും മൊത്തമുള്ള ഒരു സന്തോഷം. അപ്പോഴാണ് പോലും ഓൽക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയാൻ. ക്ലാസ് നമുക്ക് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിരിച്ചു വിട്ടു. മര്യാദക്ക് ഒരിക്കൽ ലീവ് എന്നാ അതീനു. എന്താന്ന് വെച്ചാല് രാവിലെ കുറച്ച് ഉറങ്ങണേനു, കാരണം നല്ല കുറച്ച് അഭിപ്രായങ്ങളൊക്കെ തീർത്ത് നേരെ നമുക്കൊരു ഒറ്റ വിടൽ. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്ത് എന്തായാലും ഇപ്പൊ എന്താ പോയിട്ട് ഒരു ബിരിയാണി സീസൺസ് കഴിച്ചാലേ ഉഷാറാവുന്നു. ക്യൂട്ട് വാരൻ്റെ ഒരു ക്യൂട്ടൊക്കെ വരാൻ പറഞ്ഞ് നേരെ ഊബറും ബുക്ക് ചെയ്ത് നേരെ ബന്നിമണ്ഡപിലേക്ക് ഒരു വട്ടം. ബന്നിമണ്ഡപം മൈസൂർ അറിയാത്തവരുണ്ടാവില്ലല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സീസൺസും പറയേണ്ട ആവശ്യമില്ല. സീസൺസ് എത്തിയപ്പോഴാ ഹനീന അവളെ പെടകത്ത് വന്ന് ഇറങ്ങി. കൈയൊക്കെ കൈകി വന്നിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഒരു ജ്യൂസൊക്കെ തന്ന് അതും കുടിച്ച് വിശന്നിട്ടാണെങ്കിലും കണ്ണും കാണില്ല. പക്ഷെ ഫുഡിട്ട് കൊണ്ടുവരുന്നില്ല. കുടുങ്ങിപ്പോയില്ലേ കയറിയിട്ട്. അപ്പഴാ വെയിറ്റർക്കാക്ക വേഗം കൊണ്ടുവന്ന് തന്നെ. അല്ലാ ഫുഡ് എത്തി. ഫുഡ് കണ്ടപ്പോ തന്നെ അതിൽ കന്ന് വീണായി. വേറെ ഒന്നും പറയാനും കഴിഞ്ഞില്ല, ആക്കാനും കഴിഞ്ഞില്ല. എടുത്തിട്ട് കഴിച്ചില്ലേ. ഇത് സംഭവം ഒരു താലിയാണ്. സോ അതിൽ പായസം കിട്ടും, എല്ലാം കൊണ്ടും. അങ്ങനെ ഫുഡും കഴിച്ച് ഊബറും ബുക്ക് ചെയ്ത് നേരെ ഗോകുൽ ബേക്കറിയിലേക്ക്. അവിടുന്നൊരു കൊക്കക്കോളയും കുടിച്ച് നേരെ റൂമിലേക്ക്. എന്നാ ശരി കേട്ടോ. നിങ്ങളൊരു സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താളി.